അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, MSM കാസർഗോഡ് റംസാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ റമളാൻ 1 സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ. റമളാനിന്റെ പോരിശയെ വിളിച്ചോതുന്ന ഒരുപാട് ഹദീസുകളും ക്ലാസ്സുകളിലായും നമ്മുടെ മൊബൈലുകളിലായും ഖുതുബകളിലായും നമ്മൾ കേട്ട് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം നസായി റഹ്മത്തുള്ളാ രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ അവസാന ഭാഗം, അതിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഉള്ളവന്റെ സംസാരത്തിന്റെ ഉദ്ദേശം. നിങ്ങളിലേക്ക് മുബാറക്കാക്കപ്പെട്ട ബർക്കത്തുള്ള അനുഗ്രഹീതമായ മാസമാണ് വന്നിരിക്കുന്നത് എന്നാണ് അതിന്റെ തുടക്കം. അതാക്കും ഷഹ്റു റമളാന, നിങ്ങളിലേക്ക് ഷഹ്റു റമളാൻ ആഗതമായിരിക്കുകയാണ്. ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീത മാസമാണ് എന്നൊക്കെ പറഞ്ഞു. നോമ്പതിൽ നിർബന്ധമാക്കപ്പെട്ടു. സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും, ജഹീമിന്റെ കവാടങ്ങൾ അടക്കപ്പെടും, ശൈത്താനുകൾ ചങ്ങലക്കിടപ്പെടും. അന്ന് ആ ഒരു മാസത്തിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാണ്, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഈ ഒരു നന്മയെ തൊട്ട് തടയപ്പെട്ടാൽ അവൻ തടയപ്പെട്ടു. അതായത് ഈ ഒരു രാത്രി ലഭിക്കുന്ന ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ ലഭിക്കുന്ന നന്മകൾ, ഈ നന്മകൾക്കൊക്കെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാൻ പറഞ്ഞതാണ്. ഒരുപാട് വിശ്വാസികൾ ഈ ഒരു മാസത്തിൽ കഠിന പരിശ്രമം നടത്തി സ്വർഗത്തിലെ കവാടത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില ആളുകൾ അവർ ഇതിന്റെ പുണ്യങ്ങളെ തൊട്ട് തടയപ്പെടും. അതായത് മൻമുനി ഖൈറഹ ബിഅല്ലം യുവഫഖ് ലിഇഹ്യാഇഹാ, ഈ റമളാനിലെ അവസരങ്ങളെ യഥാപ്രകാരം ഉപയോഗിക്കാതെ റമളാനിന് മറ്റു മാസങ്ങളെ പോലെ കണക്കാക്കുന്ന, തിന്മകളിൽ മുഴുകുന്ന, ജമാഅത്ത് നമസ്കാരങ്ങളിലൊരു ശ്രദ്ധയില്ലാതെ, അതേ രൂപത്തിൽ സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കാതെ, വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്താതെ, നാവുകളെ ദിക്റുകൾ കൊണ്ട് സജീവമാക്കാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമുള്ള സംസാരമാണ്. നോൻപ് അതേ രൂപത്തിൽ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പേരിന് മാത്രമാക്കുന്ന ആളുകൾ, അവർ ഫഖദ് ഹുരിമ, ഇബാദത്തുകളിൽ നിന്ന് തടയപ്പെട്ട ആളുകളുണ്ടല്ലോ, ഐ മുനി അൽ ഖൈറ കുല്ല, അവന്റെ എല്ലാ നന്മകളും ഖൈറുകൾ തടയപ്പെടും എന്നുള്ളതാണ്. അതായത് അവന് ഒരു മഗ്ഫിറത്ത് ലഭിക്കുക, വിജയം ലഭിക്കുക എന്നുള്ളതൊക്കെ പ്രയാസമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ ഒരു റമളാൻ നമുക്ക് സമാഗതമായി നമുക്ക് സന്തോഷമാണോ, അല്ല റമളാൻ എടുത്ത നാളിന് പട്ടിണി കിടക്കേണ്ടി വരും എന്ന നിലക്ക് ഒരു മുറുമുറുപ്പാണോ നമ്മിലുള്ളത്? നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തണം. നമ്മിലേക്ക് എത്തിയത് മറ്റൊരുപാട് പേര് കൊതിച്ച, ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു റമളാനാണ്. പക്ഷേ ആ ആഗ്രഹിച്ച എല്ലാവർക്കും ഈ റമളാനിൽ സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഖൈറ് തടയപ്പെടുന്ന ആളുകളാകാൻ പാടില്ല. ഒരുപാട് ഖൈറുകൾ വാരിക്കൂട്ടുന്നവരാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന രൂപത്തിലാക്കണം. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പരിശ്രമിക്കണം. ആ ഒരു ഭാഗ്യം ഇല്ല എന്ന് പറയുന്നല്ലോ, അതായത് ഹറാം തടയപ്പെടുക, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഖുർആൻ പാരായണം ചെയ്യണം, നിസ്കരിക്കണം, സുന്നത്ത് നമസ്കരിക്കണം, ദിക്റുകൾ ദുആകൾ വർദ്ധിപ്പിക്കണം, സദഖകൾ വർദ്ധിപ്പിക്കണം. അത്തരത്തിൽ റമളാനിനെ ഗുണപരമായി ഉപയോഗിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.